Reflex Tech വെളിയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു Equalizer വെച്ചിട്ടുള്ള ഒരു 2.1 ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതേപോലത്തെ ഒരു ആംപ്ലിഫയർ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനുകൂടി വാട്ട് കൂട്ടിയാണ് അന്ന് ചെയ്തത്. ഇത് നമ്മൾ കുറച്ചുകൂടി വാട്ട് കുറച്ച് ചെയ്തു, കാരണം നമുക്ക് ഉപയോഗിക്കുന്ന സ്പീക്കറുകൾക്ക് അനുസരിച്ചിട്ടാണ് ഒരു 2.1 ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ലെഫ്റ്റ് റൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടവർ ബോക്സാണ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. സബ്വൂഫർ JBL തന്നെയാണ് ഇതിനകത്ത് 12 ഇഞ്ച് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ ആംപ്ലിഫയർ സെക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത് വേറെ രീതിയിലാണ്. കാരണം വെച്ചാൽ ഇതിനകത്ത് യൂണിവേഴ്സലിൻ്റെ ഒരു ബ്രിഡ്ജ് ബോർഡ്, അതായത് പാരലായിട്ടുള്ള ബോർഡല്ല, ബ്രിഡ്ജ് ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് സെയിം സബ്വൂഫറിന് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രിഡ്ജ് തന്നെയാണ്. ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ബ്രിഡ്ജ് ബോർഡ് തന്നെയാണ് യൂണിവേഴ്സലിൻ്റെ. 200 വാട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. 200 പ്ലസ് 200 ലെഫ്റ്റ് റൈറ്റ്. സബ്വൂഫറിലും 200 വാട്ടാണ് ലഭിക്കുന്നത്. സബ്വൂഫറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പ്രീ ബോർഡ് എന്ന് പറയുന്നത്, അതായത് സബ് ഫിൽറ്റർ എന്ന് പറയുന്നത്, മഹാരാജയുടെ ഒരു ബോർഡാണ് നമ്മൾ ഇതിനകത്ത് സബ് പ്രീ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു ഹെവി പഞ്ച് കിട്ടുന്ന ഒരു ബോർഡാണ്. എല്ലാവരും ഉപയോഗിക്കാറുള്ള ബോർഡൊക്കെ തന്നെയാണ്. പിന്നെ പവർ സപ്ലൈ നമ്മുടെ തന്നെ ബോർഡിലായിട്ടുള്ള പവർ സപ്ലൈ ആണ് ചെയ്തിരിക്കുന്നത്. ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ടോൺ കൺട്രോളായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന Equalizer ആണ്. അതായത് G-Techൻ്റെ ഒരു Equalizer ആണ്. 10 ബാൻഡ് Equalizer ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഹെഡ്സിലേക്കൊക്കെ ചേഞ്ച് ചെയ്യാന്നുള്ള രീതിയിലും 10 ബാൻഡിൽ നമുക്ക് എങ്ങനെയൊക്കെ ഡീറ്റെയിൽ ഇതിൽ ബേസ് കൂട്ടി വേണോ, മിഡ് കൂട്ടി വേണോ, അതുപോലെ തന്നെ ട്രബിൾ കൂട്ടി വേണോ, ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു Equalizer ആണ് G-Tech ഇറക്കിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് POWERTRICKൻ്റെ ആണ് നമ്മൾ ഇതിനകത്ത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത് 2.1. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകൾ. അതായത് ടോട്ടൽ വാട്ട് വരുന്ന 600 വാട്ടാണ് നമുക്ക് ഇതിനകത്ത് RMS ലഭിക്കുന്നത്. PMPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു 4 ഇരട്ടിയാണ് PMPO പറയുന്നത്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഓക്സിലറി 2 ഇൻപുട്ട് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, പെൻഡ്രൈവ് ഇതൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം, അതുപോലെ തന്നെ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ പവർ സപ്ലൈ കൊടുത്തിരിക്കുന്നു. കാരണം ഈ 3 ആംപ്ലിഫയറിന് വേണ്ടിയിട്ട് 3 ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 200, 200, 200. അതിന് വേണ്ടിയിട്ടുള്ള 35 എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി ഈ സബിന്റെ പ്രീക്ക് വേണ്ടി Equalizerന് വേണ്ടിയൊക്കെ സെപ്പറേറ്റ് എടുത്തിരിക്കുന്നു. ഫാനിന് വേണ്ടി എടുത്തിരിക്കുന്നു. ഇതാണ് ടൊറോയിഡൽ ട്രാൻസ്ഫോമർ വരുന്നത്. നമ്മുടെ തന്നെ പവർ സപ്ലൈ ആണ്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, റിഫ്ലെക്സ് എഴുതിയാണ് നമ്മുടെ തന്നെ പവർ സപ്ലൈയിൽ ചെയ്തിരിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് മഹാരാജയുടെ ഒരു സബ്വൂഫർ ഫിൽറ്റർ ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് കൂടുതൽ ബേസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സബ് പ്രീ അഡീഷണൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ POWERTRICKൻ്റെ ഒരു 2.1 ആയിട്ടുള്ള ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് 3 ആംപ്ലിഫയർ വന്നിരിക്കുന്നത്. ഇത് യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ ആണ്. നമ്മളിത് ബ്രിഡ്ജ് ബോർഡാണ്. ഇതിനകത്ത് NJW സീരീസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രിഡ്ജാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് സബിന് വേണ്ടിയിട്ടുള്ള 200 വാട്ട് RMS. ഇത് ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടിയിട്ടുള്ള 200 പ്ലസ് 200. അങ്ങനെ 2 ചാനലും സബ്ബാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് ഈ ഫ്രണ്ട് പാനലിലാണ് Equalizer ഇവിടെ വന്നിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ 2 കൂളിംഗ് ഫാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. നല്ല രീതിയിലുള്ള ഒരു ഷീൽഡ് വയറൊക്കെ തന്നെയാണ് കവർ ചെയ്തതിന് ശേഷം കൊടുത്തിരിക്കുന്നത്. ഫുള്ള് നമ്മൾ ഷീൽഡ് വയറിൽ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്പീക്കർ കേബിളുകളെല്ലാനും നല്ല ഗേജുള്ള സ്പീക്കർ കേബിളുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് ബനാന സോക്കറ്റാണ് നമ്മൾ 3 സ്പീക്കർ ഔട്ട് കൊടുത്തിരിക്കുന്നത്. 2 ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സബ്വൂഫർ, അങ്ങനെ ബനാന സോക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. ഒരു എക്സോസ്റ്റായിട്ട് നമ്മളൊരു കൂളിംഗ് ഫാൻ കൂടി അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതാ ഇവിടെ ഈ ഭാഗത്ത് ഫ്യൂസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇത്രയൊക്കെയാണ് അതിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള വയറിങ്ങും ഗേജും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ബോർഡും അത്യാവശ്യം വില കൂടിയ ഒരു ബോർഡ് തന്നെയാണ്. നല്ലൊരു ഔട്ട്പുട്ട് ക്വാളിറ്റി തരുന്നത് തന്നെയാണ്. ട്രാൻസിസ്റ്ററാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വന്നിരിക്കുന്നത്. ഇത് ഗ്ലോസിൽ തന്നെയാണ് ഈ പോർഷൻ കൊടുത്തിരിക്കുന്നത്. അതായത് ബ്ലാക്ക് കളർ ഗ്ലാസ് ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ വ്യൂ മീറ്ററിൻ്റെ ഒക്കെ അകത്ത് വെച്ചാലും പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്ലാസ് ടൈപ്പിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് മാറ്റാണ്. ഇത് ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ആണെന്ന് മാത്രം. വീഡിയോയിൽ വരുമ്പോൾ ചെറിയൊരു ആഷായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് ബ്ലാക്ക് തന്നെയാണ്. ഗ്ലാസ് ആയതുകൊണ്ടാണ് 2 രീതിയിലിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ വോളിയാണ്. അതായത് സബ്വൂഫറിൻ്റെ വോളിയും 2 ചാനലിൻ്റെ വോളിയും നമുക്ക് സെപ്പറേറ്റ് ഇത് കൂട്ടാനും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോളിയം കൊടുത്തിരിക്കുന്നത്.
ഇത് എൽകോമിൻ്റെ ഒരു പവർ ഓൺ സ്വിച്ച്, നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള നല്ല ക്വാളിറ്റിയുള്ള എൽകോം സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് 2 ചാനലിലേക്കുള്ള സെപ്പറേറ്റ് ഓളിയം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയ ഓളിയത്തിലും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. സബിൻ്റെ ബേസ് വേണമെങ്കിൽ കുറച്ച് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് 2 കൺട്രോളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും, ഇത് സബ്വൂഫറിൻ്റെ ഓളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും ഇത് 2 ചാനലിൻ്റെ ഓളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതായിട്ടാണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് 10 ബാൻഡ് G-Techൻ്റെ ഈക്വലൈസർ ബോർഡാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ ഹെഡ്സുകൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 10 ബാൻഡ് ആയതുകൊണ്ട് ഏത് ടോണിൽ വേണമെങ്കിലും നമുക്ക് കേൾക്കാവുന്നതാണ്. എത്ര നൈസ് ട്രബിൾ ആയാലും അതുപോലെ തന്നെ ബേസിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇതുവഴി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ 2 VU മീറ്റർ നമ്മൾ അപ്പുറത്തും കൊടുത്തിരിക്കുന്നത് പാട്ടിനനുസരിച്ച് കറക്റ്റ് കത്തും. സബിൻ്റെ ഓളിയം, പിന്നെ USB കണക്ട് ചെയ്യാനുള്ളൊരു സ്ലോട്ടാണ്. ഇത് ഇൻപുട്ട് സെലക്ടറാണ്, ഓക്സ് 1, 2 അതുപോലെ തന്നെ USB-ക്ക് ഉള്ളതായിട്ടുള്ള സെലക്ടറാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ റിഫ്ലെക്സ് എന്നുള്ള ലോഗോ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മുൻവശം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് പെൻ ഡ്രൈവ് വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്ന നമ്മൾ 3-way ബോക്സ് പനാസോണിക്കിൻ്റെയാണ് ലെഫ്റ്റ് റൈറ്റ് ചാനലിലേക്ക് കൊടുത്തിരിക്കുന്നത്. സബ്വൂഫർ നമ്മൾ സ്ഥിരം കടയിൽ ഉപയോഗിക്കുന്ന 12 ഇഞ്ച് സോണിയുടെ സബ്വൂഫറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്ലൂടൂത്ത് വഴിയാണ്. ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറും സബ്വൂഫറും ബ്ലൂടൂത്ത് മൊബൈലിൽ നിന്ന് ബ്ലൂടൂത്ത് വഴിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി കേട്ടിരിക്കും, ഇന്റീരിയലും കണ്ടിരിക്കും. എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. കാരണം നമ്മൾ മൊബൈലിൽ അതുപോലെ തന്നെ DSLR-ലൊക്കെയാണ് ഇതിൻ്റെ ഓഡിയോ എടുക്കുന്നത്. അപ്പോൾ ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനത്തെ സോങ്സാണ് നമുക്ക് ഇടാൻ സാധിക്കുള്ളൂ. അതിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഹെഡ്ഫോണിലോ അല്ലെങ്കിൽ മൊബൈലിൽ കേൾക്കുന്ന പോലെ അല്ല ഡയറക്റ്റ് കേൾക്കുന്നത്, വളരെയധികം വ്യത്യാസമുണ്ട് ഡയറക്റ്റ് കേൾക്കാനായിട്ട്. കാരണം ബേസ് ഒന്നും നമുക്ക് മൊബൈലിൽ കൂടെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇതിനകത്ത് ബേസ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കിട്ടുള്ളൂ. ഇതിൽ എന്തൊക്കെ ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻപുട്ടുകൾ ഔട്ട്പുട്ടുകൾ ഇതിൻ്റെ വില വിവരങ്ങളെല്ലാം ഞാൻ താഴെ കൊടുക്കാറുണ്ട്. നിങ്ങൾ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽ എഴുതാറുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വായിച്ചറിയാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കോൾ വിളിച്ചാൽ മതി. വാട്സപ്പ് ചാറ്റ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കാരണം വെച്ചാൽ കോൾ വിളിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ശല്യമില്ല. ചില സമയത്തൊക്കെ കോൾ എടുക്കാത്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ കസ്റ്റമർ ഉണ്ടാവാം, ചിലപ്പോൾ പുറത്തായിരിക്കും. അതുകൊണ്ടൊക്കെയാണ് ചില സമയത്ത് എടുക്കാത്തത്. മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലൂടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.